ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഒരുപാട് എച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിലാണ് നമ്മൾ ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കാം. മത്സരം നടക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി കൃത്യം 3:30 ഈ ഒരു മത്സരം നടക്കുന്നത്. ഇന്നത്തെ ദിവസം 2 മത്സരമുണ്ട്. LSG വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ പ്രിവ്യൂസിലോട്ട് കിടക്കുന്ന മുന്നേ കിടക്കുമ്പോൾ നമുക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതായത് മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ലാസ്റ്റ് കളിച്ച 3 മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് തോൽക്കുകയാണ് ചെയ്തത്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടറായുള്ള ഒരു ഗ്രൗണ്ടാണ്. അതുകൂടാതെ ഇവിടെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ബോളേഴ്സാണ് സ്പിന്നേഴ്സിനെക്കാട്ടിലും കൂടുതൽ വിക്കറ്റ് ടേക്ക് ചെയ്യാറുള്ളതും. സ്പിന്നേഴ്സ് വിക്കറ്റ് എടുക്കില്ല എന്നല്ല, എടുക്കാറുണ്ട്, ബട്ട് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. മിനിമം ഒരു ടീമിൽ നിന്ന് ഒരു സ്പിന്നറെങ്കിലും നമ്മൾ കണക്കാക്കി നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതൊരു ഓൾറൗണ്ടർ ആയിക്കോട്ടെ, അല്ലാത്ത പക്ഷേ ഒരു മെയിൻ സ്പിന്നർ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പോകുന്നത്. നമുക്ക് ഈ ഒരു വാങ്കഡെ പിച്ചിന്റെ IPL സ്റ്റാറ്റ്സ് നോക്കാം. IPL മത്സരങ്ങൾ 110 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് വിൻ ചെയ്തത് 50 ടീമും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ട് വിൻ ചെയ്തത് 60 ടീമുമാണ്. ഓക്കെ, ഇതിൽ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 168 റൺസാണ്. തീർച്ചയായിട്ടും ഒരു 180 റൺസ് വരെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പെർ റൺസ് ഓവർ റൺ റേറ്റ് എന്ന് പറയുന്നത് 8 റൺസൊക്കെയാണ് പെർ ഓവർ പോകാറുള്ളത്. പിന്നെ റൺസ് പെർ ഓരോ 27 റൺസിൽ ഓരോ വിക്കറ്റ്സ് പോകുന്നതാണ് റൺസ് പെർ റൺ റേറ്റിൽ പറയുന്നത്. റൺസ് പെർ വിക്കറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ടോട്ടൽ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് RCB വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് കളിച്ച മത്സരമായിരുന്നു 2015 235 റൺസ് ആയിരുന്നു. ഓക്കെ, ലോവസ്റ്റ് സ്കോർ നോക്കി കഴിഞ്ഞാൽ KKR വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ ഒരു 67 റൺസിന് ഓൾ ഔട്ട് ആയ ഒരു മത്സരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓവറോൾ സോഴ്സ് മോസ്റ്റ് ചേസിംഗ് ആണ് ഇവിടെ കൂടുതലും വിൻ ആവാറുള്ളത് എന്നാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ലാസ്റ്റ് 10 മത്സരത്തിൻ്റെ IPL റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് വിൻ ചെയ്ത ഒരു ടീമും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ട് വിൻ ചെയ്തത് 9 ടീമുമാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ലാസ്റ്റ് 10 IPL മത്സരങ്ങളുടെ കേട്ടോ ഇതൊക്കെ പറയുന്നത് 182 റൺസാണ്. ഫസ്റ്റ് ഇന്നിങ്സ് വിന്നിംഗ് സ്കോർ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് 216 റൺസ് ഒക്കെയാണ് ഫസ്റ്റ് ഇന്നിങ്സ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ആവറേജ് പവർ പ്ലേ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 റൺസും ആവറേജ് ഡെത്ത് ഓവർ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 റൺസുമാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആവറേജ് ഡെത്ത് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു 16 to 20 നമ്മൾ ആ ഒരു ഡെത്ത് ഓവറിന് മെയിൻലി പറയാറുള്ളത്. അപ്പോൾ ആ ഒരു 4 ഓവറിലുള്ള റൺസാണ് 57 റൺസ് എന്നൊക്കെ പറയുന്നത്. ഡെത്ത് ഓവേഴ്സ് നല്ല രീതിക്ക് റൺസ് വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ 170, 180 റണ്ണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ 878 വിക്കറ്റ്, സ്പിന്നേഴ്സ് ആണെങ്കിൽ 364 വിക്കറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ നേര് പകുതി കൂടെ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിനെ പറ്റി പറയുന്ന സമയത്ത് റെയിൻ പോസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. 33 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. മുംബൈ വേഴ്സസ് DC തമ്മിലുള്ള മത്സരം 112 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ 112 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് 50 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് 62 എണ്ണമാണ് വിൻ ചെയ്തിരിക്കുന്നത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 170, അത്രയ്ക്ക് തന്നെ പറയാനുള്ളത്. മുംബൈ വേഴ്സസ് DC തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സിലാണെങ്കിൽ 33 മത്സരങ്ങളാണ് ഡൽഹിയും മുംബൈയും തമ്മിൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് DC 15 മത്സരങ്ങളും മുംബൈ ഇന്ത്യൻസ് 18 മത്സരങ്ങളാണ് വിൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം 2 ടീമും നല്ല സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. നല്ല കിടിലൻ ആപ്ലിക്കേഷനാണ്, ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. ഡ്രീം 11 കളിച്ച് മടുത്തവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ നമ്മുടെ കുബേര ഫാൻറ്റസി. ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഡ്രീം 11 പോലെ തന്നെ കോൺടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രീം 11 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 58 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നതിൽ നമ്മുടെ ഓപ്പോണന്റ് വിരാട് കോഹ്ലിയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോസ് ബട്ട്ലറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിനാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ആണ് കേട്ടോ നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഡ്യൂ ഓപ്ഷൻ. ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കുബേര ഫാൻറ്റസി ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലോ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ഡ്രീം 11 പോലെ തന്നെ ഏകദേശം സിമിലർ ആണ്. ഒരുപാട്
വെറൈറ്റി തരം കോൺടെസ്റ്റുകളുണ്ട്. 5 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് മിനി GL ഉണ്ട്. നിങ്ങൾക്ക് GL ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 30 ടീം ഇറക്കാം അറ്റേ ടീം. അപ്പോൾ 5 രൂപ ഇട്ട് ഫസ്റ്റ് വന്നതിന് 15,000 രൂപ കിട്ടുകയും ചെയ്യും. ഏകദേശം 63% ആൾക്കാർ വിന്നിങ് ആണ്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇറക്കിയ പൈസ എന്താ 5 രൂപയല്ലേ പോകത്തുള്ളൂ. ജസ്റ്റ് ഡ്രീം ലെവലിലൊക്കെ GL ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് കാലമായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു 5 രൂപയുടെ GL എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ സ്പോർട്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. കാരണം നമ്മളെ കുബേരയുള്ള പോലെ തന്നെ ഡ്യൂ ഓപ്ഷൻ, ഇവിടെ പോപ്പ് എന്നാണ് അതിൻ്റെ പേര്. 5 പ്ലെയേഴ്സ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ പിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. 1 രൂപയ്ക്കൊക്കെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏക ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ ട്രൈ ചെയ്യാൻ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ കോപ്പ് വിൻഡോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവർ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ആ ഡ്യൂ കണ്ടില്ല, ആ ഒരു സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവാണ്. ഡ്രീം ഇലവനിലുള്ള പോലെ ബോട്ട് ഇവിടെ ഇല്ല, അത് ഞാൻ ഉറപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറ്റി ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യോ, ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രോബബിലി പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ഡേവിഡ് ബ്രൈസ്, അതുപോലെ നമ്മുടെ ബ്രേവിസ്, അതുകൂടാതെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, പീയൂഷ് ചൗള, അതുകൂടാതെ കോട്സ്, ജാസ്പ്രീത് ബുംറ, ആകാശ് മധ്വാൾ ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ പക്ക അവൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റീസെൻ്റ് കളിച്ച മത്സരമൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു കേട്ടോ. ബ്രേവ്സിന് പകരം പുള്ളി വരാൻ ചാൻസ് ഉണ്ട്, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിലോട്ട് നോക്കുന്ന സമയത്ത് ഡേവിഡ് വാർണർ, പൃഥ്വി ഷോ, അതുപോലെ മിച്ചൽ മാർഷ്, ഋഷഭ് പന്ത്, അതുകൂടാതെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുകൂടാതെ അസ്തർ പട്ടേൽ, അഭിഷേക് പോരൽ, സുമിത് കുമാർ, നോർട്ടേജ്, അതുകൂടാതെ ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് റാസിഖ് സലീം വരാൻ ചാൻസ് ഉണ്ട് അഭിഷേക് പോരലിന് പകരമായിട്ട്. സോറി, ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ റാസിഖ് സലാമിന് പകരം അഭിഷേക് പോരൽ വരാൻ ചാൻസ് ഉണ്ട്. അഭിഷേക് പോരലിലൂടെ പേര് വായിച്ചില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളെ മെയിനായിട്ട് 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മ, നമ്മുടെ ഋഷഭ് പന്ത് മസ്റ്റായി പിക്ക് ചെയ്യുക. തിലക് വർമ്മ, ആകാശ് മധ്വാൾ, ഋഷഭ് പന്ത്, ഖലീൽ അഹമ്മദ് ഇതൊക്കെയാണ് മെയിൻ പിക്കേഴ്സ് എന്ന് പറയുന്നത്. കീ പ്ലെയേഴ്സ് ആയിട്ട് നന്നായി ഇന്നത്തെ മത്സരത്തിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളവർ ഇവരൊക്കെയാണ്. അതുപോലെ H2H പിക്സ് പറയുമ്പോൾ അതായത് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസിലത്തെ ഒരു പ്ലെയർ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഡൽഹിയിലത്തെ ടീമുമായിട്ടും ഡൽഹിയിലത്തെ ഒരു പ്ലെയർ അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് കളിച്ച് നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സിനെയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇഷാൻ കിഷൻ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 8 മത്സരം കളിച്ച് 374 റൺസ് എടുത്തുള്ള പെർ മാച്ച് 93 റൺസാണ് ആവറേജ് റൺസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേവിസിനെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് 1 മത്സരമാണ് കളിച്ചത്. DC എഗെയിൻസ്റ്റ് ആയിട്ട് 37 റൺസ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്കോറാണ്. ഡേവിഡ് വാർണർ എഗെയിൻസ്റ്റ് ആയിട്ട് മുംബൈ ഇന്ത്യൻസിലൂടെ 22 ഇന്നിംഗ്സ് ആണ് കളിച്ചിട്ടുള്ളത്. 729 റൺസും പെർ മാച്ച് ആവറേജ് 43 റൺസാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ബൈ വെന്യൂ, ഈ ഒരു വെന്യൂവിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സ് നോക്കിയാൽ തിലക് വർമ്മ 1 മത്സരം കളിച്ച് 84 റൺസാണ് എടുത്തിട്ടുള്ളത്. ഡേവിഡ് വാർണർ 9 മത്സരം കളിച്ച് 472 റൺസും 59 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. മിച്ചൽ മാർഷ് 4 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 106 റൺസ് എടുത്ത് പെർ മാച്ച് 35 റൺസ് ആവറേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഋഷഭ് പന്ത് 3 മത്സരം കളിച്ച് 160 റൺസ് എടുത്തിട്ട് പെർ മാച്ച് ആവറേജ് 56 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ. അസ്തർ പട്ടേൽ 7 ഇന്നിംഗ്സ് കളിച്ച് 120 റൺസ് എടുത്ത് 30 റൺസാണ് അദ്ദേഹത്തിന്റെ ആവറേജ് സ്കോർ ഈ ഒരു പിച്ചിൽ. സേഫും റിസ്ക്കും ആയിട്ടുള്ള ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സേഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണർ, ഹർദിക് പാണ്ഡ്യ, മിച്ചൽ മാർഷ് നല്ല ഓപ്ഷൻസ് ആണ്. റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ രോഹിത് ശർമ്മ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, ബ്രേവിസ് പ്രൊണൗൺസിയേഷൻ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അതുപോലെ തന്നെ തിലക് വർമ്മ, ഋഷഭ് പന്ത്, അസ്തർ പട്ടേൽ ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത് റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC കൊടുക്കണമെങ്കിലുള്ള ഓപ്ഷൻസ് ആട്ടോ ഞാൻ പറഞ്ഞത്. രോഹിത്, ഇഷാൻ കിഷൻ, ബ്രേവിസ്, അതുകൂടാതെ നമ്മുടെ തിലക് വർമ്മ, ഋഷഭ് പന്ത്, പിന്നെ അസ്തർ പട്ടേൽ ഇത്രയും പേരാണ്. നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. ഓക്കെ, അപ്ഡേറ്റ് ടൈമായി, അപ്ഡേറ്റ് ചെയ്യണം. ഡ്രീം ഇലവനിൽ അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുകയെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് നല്ല ഓപ്ഷൻസ് ആണ്. ബാറ്റിംഗ് അത്യാവശ്യം നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ 2 പേരെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ജാസ്പ്രീത് ബുംറ, നോർട്ടേജ്, ആകാശ് മധ്വാൾ 3 ആളെ ഇൻക്ലൂഡ് ചെയ്യുക. ഖലീൽ അഹമ്മദിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹർദിക് പാണ്ഡ്യ, മിച്ചൽ മാർഷ് ഇൻക്ലൂഡ് ചെയ്യുക.
അതുപോലെ തിലക് വർമ്മ, രോഹിത് ശർമ്മ, ഡേവിഡ് വാർണർ 3 ആളെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഏകദേശം ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. രോഹിത് ശർമ്മ റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം ഫോം ഔട്ട് ആയിരുന്നു. ബട്ട് മുന്നത്തെ മത്സരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം പ്ലേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ അത്യാവശ്യം റെക്കോർഡ്സുള്ള പ്ലേയേഴ്സ് നോക്കിയാൽ രോഹിത് ശർമ്മ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഡേവിഡ് വാർണർ റീസെൻറ്റ് മത്സരങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു പെർഫോം ചെയ്തത്. ലാസ്റ്റ് ഒരു മത്സരം മാത്രമേ കുറച്ച് ഡള്ളായുള്ളൂ. അതിന് മുന്നത്തെ മത്സരങ്ങളൊക്കെ അത്യാവശ്യം പോയിന്റ്സ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. ഡ്രീം ടീമിലും കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരിക്കും. നമ്മുടെ ഹർദിക് പാണ്ഡ്യ നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു വരുന്ന മത്സരം. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഞാൻ നമ്മുടെ തിലക് വർമ്മയെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷാൻ കിഷൻ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണേൽ അദ്ദേഹത്തെയും കൊടുക്കാം കേട്ടോ. ജസ്റ്റ് പ്രിവ്യൂ ടീം നോക്കാം. ഋഷഭ് പന്ത്, അതുകൂടാതെ നമ്മുടെ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, ഡേവിഡ് വാർണർ, തിലക് വർമ്മ, മിച്ചൽ മാർഷ്, ഹർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബുംറ, ഖലീൽ അമർ, നോർട്ടേജ്, അതുപോലെ ആകാശ് മധുവാൾ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമുണ്ട്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഗുഡ് ബൈ.